ഞങ്ങളിവിടെ പ്രസന്റ് ചെയ്യുന്ന ബ്ലൈൻഡ് വാക്കറും ഹെൽപ്പ് സീക്കർ എന്ന് പറയുന്ന പ്രൊജക്റ്റ് ആണ്. ബ്ലൈൻഡ് വാക്കർ ആണെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. ഇത് അൾട്രാസോണിക് സെൻസർ ഉപയോഗിച്ച് ഒബ്സ്റ്റക്കിൾ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ബീപ്പ് സൗണ്ട് വഴി ഔട്ട്പുട്ട് അയക്കും. ഇപ്പൊ ബ്ലൈൻഡ്സിന് അവരുടെ വഴിയിലുള്ള ഒബ്സ്റ്റക്കിൾസ് മര്യാദയ്ക്ക് മനസ്സിലായി ഒരിടത്തും മുട്ടാതെ നടക്കാൻ കഴിയും. റീചാർജബിൾ ആണിത്. ഇത് അർഡീനോ നാനോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്ത്. എന്നിട്ട് 1200 mAh ബാറ്ററി ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതാണെങ്കിൽ ഹെൽപ്പ് സീക്കർ എന്ന് പറയുന്ന ഇതാണെങ്കിൽ ബെഡ് റിഡൻ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണിത്. അവർക്ക് ഫുൾ ടൈം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. മറ്റുള്ളവരുടെ ഹെൽപ്പ് അവർക്ക് മിക്ക സമയത്തും ആവശ്യമാണ്. അപ്പോൾ അവർക്ക് ഹെൽപ്പിന് വേണ്ടി മറ്റുള്ളവരെ വിളിക്കാൻ അവർ കുറേ എഫേർട്ട് എടുക്കുന്നുണ്ട്. ആ എഫേർട്ട് കുറയ്ക്കാനാണ് ഞങ്ങളിത് ഉദ്ദേശിക്കുന്നത്. ഇതിവിടെ ഒരു ഫ്ലെക്സ് സെൻസർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഫ്ലെക്സ് സെൻസർ മടക്കുമ്പോൾ ഇവിടെ ഒരു ബസർ ബീപ്പ് അടിക്കും. പേഷ്യന്റിന് മറ്റുള്ളവരെ ഹെൽപ്പ് വിളിക്കാനായിട്ട് കൈ ഒന്ന് മടക്കിയാൽ മാത്രം മതി, ജസ്റ്റ് ആയിട്ട്. അപ്പൊ അത് ഫ്ലെക്സ് സെൻസറുടെ വഴി റെസിസ്റ്റൻസ് കൂടും. അങ്ങനെ ബസർ ബീപ്പ് അടിക്കും. ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ബെഡ് റിഡൻ ആയിട്ടുള്ള ആൾക്കാരുടെ എഫേർട്ട് നമുക്ക് ഇതുവഴി കുറയ്ക്കാൻ സാധിക്കും. ഇതൊരു റോബോട്ടിക് ആമാണ്. ഇത് ഞങ്ങൾ ഡിസേബിൾഡ് ആൾക്കാർക്ക് വേണ്ടി ഹോം ഓട്ടോമേഷനാണ് ടാർഗറ്റ് ആണ്. കാരണം ഡിസേബിൾഡ് ആൾക്കാർക്ക് ഭയങ്കര കോമൺ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് പോലെ അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് റോബോട്ടിക് ആംസ് അവർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അത് ഉപയോഗിച്ച് നമുക്ക് സിമ്പിൾ ഡേ ടു ഡേ ടാസ്ക് ഇല്ലേ, ഇപ്പം കുക്കിംഗ്, ഫുഡ് സെർവ് ചെയ്യുക, അങ്ങനത്തെ കുറേ സിമ്പിൾ ടാസ്ക് അതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് കൺട്രോൾ ചെയ്യണേ. ഇത് ഞാൻ ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ ആണ്. ഫുള്ളി C++ ഉണ്ടാക്കിയത്. ഈ ആർം കൺട്രോൾ ചെയ്യുന്ന രീതി എങ്ങനെയാണ്, കാൽക്കുലേഷൻസ് എല്ലാം ഈ സോഫ്റ്റ്വെയറിൽ നടക്കും, ലാപ്ടോപ്പിൽ നിന്ന് നടക്കും. എന്നിട്ട് പിന്നെ അത് ഈ ബോർഡിൽ ഒരു ആർഡിനോ നാനോ ഉണ്ട് ഇവിടെ. ഈ ആർഡിനോ നാനോയിലേക്ക് സീരിയൽ ട്രാൻസ്മിഷൻ വഴി സെൻഡ് ചെയ്യും, ഡേറ്റ വാല്യൂസ് എല്ലാം സെൻഡ് ചെയ്യും. എന്നിട്ട് ഈ സെർവോ ഡ്രൈവർ ഉണ്ട്. എന്നിട്ട് ആർഡിനോ ഈ സെർവോ ഡ്രൈവറിലേക്ക് ആ വാല്യൂ സെൻഡ് ചെയ്യും. എന്നിട്ട് സെർവോ ഡ്രൈവർ ഈ സെർവോസിലേക്ക് ആ വാല്യൂസ് കൊടുക്കും. എന്നിട്ട് ഈ ആംഗിൾ വന്ന് നിൽക്കും. ഇതിൽ മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാം. അതാണ് ഇപ്പൊ ഞാൻ ചെയ്യണേ. മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൽ മൂവ്മെന്റ്സ് പ്രീ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. എന്താ പറയാ, മൂവ്മെന്റ്സ് റെക്കോർഡ് ചെയ്തിട്ട്. അത് ഞാനിപ്പോൾ ഓൾറെഡി കുറച്ച് മൂവ്മെന്റ്സ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. ഇത് പ്രീ പ്രോഗ്രാംഡ് മൂവ്മെന്റ്സ് ആണ്. ഇപ്പൊ ഇൻഡസ്ട്രീസിലൊക്കെ ഇൻഡസ്ട്രിയൽ റോബോട്ടിക് ആംസ് ഒക്കെ ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ടാസ്ക് ആണ് ചെയ്യണത്. അതെന്ന് പറയാൻ റിപ്പീറ്റഡ് മൂവ്മെന്റ്സ് ചെയ്യാം. അതിങ്ങനെയാണ്. ഇതിന് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനും കൂടി ഉണ്ട്. ബട്ട് ഞങ്ങള് ഹോം ഓട്ടോമേഷന് വേണ്ടിയാണ് ടാർഗറ്റ് ചെയ്യണത്, ഈ ഡിസേബിൾഡ് ആൾക്കാർക്ക് വേണ്ടി. പിന്നെ കമ്പ്യൂട്ടർ വിഷനുള്ള അബിലിറ്റി ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. ഈ ക്യാമറ ഈ ബോർഡിനെ സ്കാൻ ചെയ്തിട്ട് കളർ അനുസരിച്ച് ഈ ബ്ലോക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിന്റെ പൊസിഷൻ കണ്ടുപിടിക്കും. ഇപ്പൊ ഞാൻ റെഡ് ബ്ലോക്സും ബ്ലൂ ബ്ലോക്സും ആണ് സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ റെഡ് ബ്ലോക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന്റെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ റോബോട്ടിക് ആം അതിലേക്ക് മൂവ് ചെയ്യും. എന്നിട്ട് അത് പിക്ക് ചെയ്തിട്ട് ലെഫ്റ്റിലത്തെ ഈ ബോക്സിലേക്ക് കൊണ്ടുവന്നിടും. റൂൾ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ബോക്സിലേക്ക് കൊണ്ടുവന്നിടും. ഇത് റിയൽ വേൾഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ മെഷീൻ ലേണിംഗ് ആഡ് ചെയ്യും. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് റെഡി ആയിട്ടില്ല. മെഷീൻ ലേണിംഗ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കളേഴ്സ് ഉപയോഗിക്കില്ല. ഇപ്പൊ കളേഴ്സ് ഉപയോഗിച്ചാണ് ഡിറ്റക്ട് ചെയ്യണത്. കളേഴ്സ് ഉപയോഗിക്കുന്ന പ്രശ്നം ഇതാണ്. ഇപ്പൊ ആപ്പിൾസ്, ടൊമാറ്റോസ്, ഇപ്പൊ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് സോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആപ്പിൾസും ടൊമാറ്റോസ് അതൊക്കെ സെയിം കളർ അല്ല. അത് കളർ ഉപയോഗിച്ച് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് ഉപയോഗിക്കണേ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുമ്പോൾ അത് കളർ ഡിപ്പെൻഡന്റ് അല്ല, അത് ഷേപ്പ് അങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് ടേക്ക് ഇൻ ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ ഒരു റോബോട്ടിക് ആം ശരിക്കും പറഞ്ഞാൽ ഡിസേബിൾ ആയിട്ടുള്ള ഒരു പേഷ്യന്റിന് ഏത് രീതിയിൽ ഉപയോഗിക്കാനുള്ള രീതിയിലാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക്
നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ എല്ലാവർക്കും ഡിഫറെന്റ് പ്രോബ്ലംസ് ഉണ്ടാവില്ലേ. ഇപ്പൊ ചിലവർക്ക് കൈ ഉപയോഗിക്കാൻ പറ്റും, ചിലവർക്ക് കൈ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ചിലർക്ക് കണ്ണാടാൻ പറ്റും, ചിലർക്ക് കണ്ണാടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കുറെ ഇൻപുട്ട് ടൈപ്സ് ആലോചിച്ച് വെക്കണം. അവർക്ക് വേണ്ടി കസ്റ്റം ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പൊ വേണമെങ്കിൽ വോയിസ് കമാൻഡ് വെച്ച് ചെയ്യാം, വേണമെങ്കിൽ ഫോൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു കൺട്രോളർ കൊടുക്കാം. ഫോണ് പറ്റില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറെ ഇൻപുട്ട് വെറൈറ്റീസ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം.